ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയും കൂടിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കപ്പിന് 2 കപ്പ് പച്ചരി എടുത്തിട്ട് നന്നായി കഴുകി എടുത്തു കേട്ടോ. അപ്പോൾ ആ കഴുകിയ പച്ചരിക്ക് ഇതാക്കണേ 1 കപ്പ് ചോറും 1 കപ്പ് നാളികേരം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തലേ ദിവസമാണ് ഞാൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ രീതിക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കാൻ അറിയില്ല എന്നെങ്കിൽ ആരും പറയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാക്കണേ ഞാനൊരു 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ തലേ ദിവസം തന്നെയാണ് ചെയ്ത് വെക്കലുള്ളത്. ഞാൻ ഈ കാണിക്കുന്ന രീതിക്ക് വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ചെറിയ സ്പൂണിന് 2 സ്പൂൺ മുഴുവനായിട്ടും ചേർത്തിട്ടില്ല കേട്ടോ. അത്രേ ചേർത്തിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഇവിടെ മധുരം അധികം ഇഷ്ടമല്ല. ഇന്ന് നമ്മൾ പഞ്ചസാര ചേർക്കും വേണം. വെള്ളയപ്പത്തിന് അങ്ങനെയാണല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റും വരണമല്ലോ. പിന്നെ ആ ഒരു സ്പൂൺ തന്നെ 1/2 സ്പൂണ് ഈസ്റ്റും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഈസ്റ്റും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം അതും ഇങ്ങോട്ട് മിക്സായി വരണം കേട്ടോ. പിന്നെ വെള്ളം നമ്മൾ ഓവറായിട്ട് ഒഴിച്ച് കൊടുക്കരുത്. ഇനിയിപ്പോൾ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് പിറ്റേ ദിവസം കൂട്ടാം. പക്ഷെ കൂടുതലായാൽ അതിൽ നമ്മൾ ചേർത്ത് കൊടുത്ത സംഭവങ്ങളൊക്കെ ആ വെള്ളത്തിൽ പോകൂലേ. അപ്പോൾ പിന്നെ കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാം കൂടി മിക്സാക്കി അടച്ച് വെക്കുക കേട്ടോ. ഇനി പിറ്റേ ദിവസമാണ് നമ്മളത് അരച്ചെടുക്കുക. അപ്പോൾ പിറ്റേ ദിവസം ഒരു 5:30 ആയപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുക്കളയ്ക്ക് എല്ലായിടവും നോക്കിയിട്ട് ആസ്വദിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ തലേ ദിവസം കിടക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കിയിട്ട് പോയാൽ പിറ്റേ ദിവസം നമ്മൾ അടുക്കളയിൽ വരുമ്പോൾ ഒരു പ്രത്യേക എനർജി ആയിരിക്കും കേട്ടോ നമുക്ക് പണികളൊക്കെ എടുക്കാൻ. അപ്പോൾ ഞാൻ എല്ലായിടവും ഇങ്ങനെ ഒന്ന് കണ്ണോടിച്ച് നോക്കി എല്ലായിടവും നോക്കിയിട്ടുള്ളൂ. പിന്നെ തീയൊക്കെ കത്തിക്കാൻ നോക്കുക. ഇത് എൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പെണ്ണിന് എന്താ ഭ്രാന്താണെന്നുള്ളത്. ഭ്രാന്തായിട്ടല്ല കേട്ടോ, എനിക്ക് അങ്ങനെയൊക്കെ ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും ഒക്കെ നോക്കിയതിന് ശേഷം ഇതാക്കണം നമ്മൾ അരി ഒന്ന് തുറന്ന് നോക്കി. അരി ഞാൻ പിന്നെ വന്നേക്ക് തുറന്ന് നോക്കിയിരുന്നു കേട്ടോ. അതിന് ശേഷം വീണ്ടും ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ തലേ ദിവസം ചെയ്ത് വെക്കുകൊണ്ട് തന്നെ അതിൽ നല്ലോണം കുമിളകളൊക്കെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പകുതി ആ അരി വെള്ളത്തോട് കൂടി തന്നെ കേട്ടോ നമ്മൾ ഇട്ട് വെച്ച എല്ലാ സംഭവങ്ങളും ഇളക്കിയിട്ട് വെള്ളത്തോട് കൂടി തന്നെ മിക്സീൻ്റെ ജാറിക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം അത് നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തു കേട്ടോ. നല്ലോണം ഫൈനായിട്ട് അരക്കണം, ഒട്ടും തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ 2 ട്രിപ്പാക്കിയിട്ട് അരച്ചു. അതിന് ശേഷം സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനിയിപ്പോൾ ഇത് പൊങ്ങാൻ വേണ്ടി വെക്കണം. ശരിക്കും ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നല്ലോണം പൊങ്ങി കിട്ടും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും കുറച്ച് കൂടുതൽ സമയം വെക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഇനി കറിയൊക്കെ ആയിട്ടുള്ളൂ ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നീച്ചയ്ക്ക് അരച്ച് വെച്ചോന്നുള്ളൂ. ഇനിയിപ്പോൾ ഒരു 7 മണിക്ക് അരച്ചാലും 7:30 ആകുമ്പോഴത്തേന് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കുക. അടിപൊളി വെള്ളയപ്പം തന്നെയാവും. അപ്പോൾ നമ്മൾ ചൂടുള്ള സ്ഥലത്ത് വെക്കണം എന്നാണല്ലോ പറയുക. അപ്പോൾ അടുപ്പിൻ്റെ സൈഡിൽ വലിയ ചൂടൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ വെച്ചു. പിന്നെ എനിക്ക് തോന്നി റൈസ് കുക്കറിലേക്ക് വെച്ചാൽ നല്ലോണം പൊങ്ങി വരും. അപ്പോൾ പിന്നെ റൈസ് കുക്കറിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം തീയൊക്കെ കത്തിച്ചത് ആ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ച് ചോറ് തിളപ്പിക്കാണ്ടായിരുന്നു, അത് തിളപ്പിച്ച് വെച്ചു. അതിന് ശേഷം ഇന്നൊരു കുറുമക്കറി ഉണ്ടാക്കണം കേട്ടോ. എല്ലാ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഒരു കുറുമക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ സോയാബീനും കൂടി ചേർക്കുന്നുണ്ട്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് സോയാബീൻ. അപ്പോൾ ഉള്ളിയും കിഴങ്ങും സോയാബീൻ തന്നെ ഉള്ളൂ എൻ്റെ കയ്യിലേക്ക്. ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, പട്ടാണിക്കടല അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷെ അതൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. ഉള്ളത് ഈ ഉള്ളിയും കിഴങ്ങും സോയാബീനുമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇവിടെ മക്കൾക്ക് വെള്ളയപ്പം ഉണ്ടാക്കി കഴിച്ചിട്ട് കുറേ ആയല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ അരി വെള്ളത്തിലിടുന്ന കണ്ടപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഉള്ളിയും കിഴങ്ങൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് തോന്നിയത് എൻ്റെ കുട്ടികൾ ഇവിടെ പൂവിടുന്നുണ്ട്. അപ്പോൾ പൂവിടാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. നീച്ചയ്ക്ക് 4 പുറം നടന്ന് പൂവൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് 3 ആളും കൂടിയാണ് ചെയ്യുന്നത് കേട്ടോ. 3 ആളും നീച്ചിട്ടുണ്ട്. അപ്പം അച്ഛനും നീച്ചത് ആ മക്കൾ എന്താ കാട്ടണയൊക്കെ നോക്കി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഉമ്മർത്ത്. അപ്പം അച്ഛയ്ക്ക് ചായ കൊടുത്തിട്ടുണ്ട്, ചായയും കുടിച്ചാണ് ഇരിക്കുന്നത്. അപ്പം നന്ദു ഇതാ തലേ ദിവസം റെഡിയാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഫ്രിഡ്ജിലാണ് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് ഇലയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാതെ പൂക്കളൊന്നല്ല. അപ്പം അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയി. നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഇപ്പോൾ പൂവ് ഇടുക എന്ന് പറയുമ്പോഴേ വേഗം നീക്കും. അപ്പം അനുമോക്കാണ് ഭയങ്കര മടി നീക്കാൻ. പക്ഷെ അവളോട് പറയും എടി പൂവ് ഇടണ്ടേ എന്നൊക്കെ ചോദിക്കട്ടോ. ഇത് ചോദിക്കണ കേൾക്കാൻ തന്നെ വലിയൊരു രസമാണ്. അപ്പോൾ ഇതങ്ങനെ ഈ ഒരു ഇലയാണ് കേട്ടോ, കാപ്പി ഇലല്ലേ, ആ ഒരു ചീര പോലത്തെ ആ ഇല അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മളെ പൂക്കളത്തിൽ കൂടുതലായിട്ടുണ്ടാവുക കേട്ടോ. പൂവൊക്കെ കുറവാകും. അപ്പോൾ ഓരവിടെ എന്തായാലും ഓരോന്ന് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ അപ്പോഴേക്കും കറി അടുപ്പത്ത് വെക്കട്ടെ വിചാരിച്ചിട്ട് കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ, പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെളുത്തുള്ളി ഇങ്ങനെ നടുവൊന്ന് പൊളിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇഞ്ചിയൊന്നും ചേർക്കണില്ല കേട്ടോ. അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഉള്ളിയും കിഴങ്ങും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടിയാണ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് സോയാബീനും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ സോയാബീൻ ഒരു ഇടത്തരം സോയാബീൻ എന്നാലും ഞാൻ അതിൻ്റെ നടു ഒന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ഒന്നായിട്ട് കിടക്കണ കാണുമ്പോഴേക്കും അത് ഇഷ്ടമല്ല. സോയാബീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ നടു മുറിക്കാതെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ആ കുഞ്ഞ് സോയാബീൻ തീരെ ഇഷ്ടമല്ല. ചിലർക്ക് അതാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ എന്തായാലും സോയാബീനും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടികളാണ് ചേർക്കണത്. അപ്പോൾ ഇതിലേക്ക് കാര്യമായിട്ട് നമ്മൾ പച്ചമുളകാണ് എരിവിനായിട്ട് കൂടുതൽ ചേർക്കുന്നത്. പിന്നെ ലാസ്റ്റ് കുരുമുളക് പൊടിയും ചേർക്കും കേട്ടോ. അപ്പോൾ അതാക്കണ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരിത്തിരി മുളക് പൊടി. മുളക് പൊടി ഇട്ടിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ്. മുളക് പൊടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ഇത്തിരി ഇട്ട് കൊടുത്താണ്. ഇടേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും. കുറച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാം കൂടി അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ വാട്ടിയെടുത്ത സംഭവമല്ലേ. അപ്പോൾ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ആവും. പച്ചവെള്ളം ഒഴിച്ചാൽ വേറൊരു ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനിയിപ്പോൾ ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കും കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മളെ ഈ ഒരു മാവൊക്കെ ഞാൻ റൈസ് കുക്കറിലേക്ക് വെച്ചു എന്ന് പറഞ്ഞില്ലേ, വെച്ച സമയത്ത് കാണിക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേറെ പൊങ്ങും കേട്ടോ. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് തന്നെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി അവിടെ ഇരിക്കട്ടെ. എൻ്റെ പണികളൊക്കെ ഏകദേശം ഒരുങ്ങിയതിന് ശേഷമുള്ളൂ ഞാൻ ലാസ്റ്റ് വെള്ളയപ്പം ഉണ്ടാക്കുകയുള്ളൂ. ബാക്കിയുള്ള പരിപാടികളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ മക്കളുടെ അടുത്തേക്ക് വീണ്ടും ഒന്ന് വന്നു നോക്കിയതാണ്. അപ്പോൾ ഓരോരുത്തരും ഇവിടെ ഇരുന്നും കടന്നൊക്കെയാണ് പൂവിടുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെയൊക്കെ പലകയൊക്കെ വെച്ചിട്ട് അയിമ ഇരുന്നിട്ടൊക്കെയാണ് പൂവിട്ടിരുന്നത്. ഇന്നിപ്പോൾ പലകയൊന്നും എടുത്തുകൊടുത്തിട്ടില്ല. അപ്പോൾ കുറേ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് അരിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോസ് ചെമ്പരത്തി ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ചുമപ്പും റോസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സാധാരണ ഈ ഒരു ഓണക്കാലമായാൽ ചെമ്പരത്തിയൊക്കെ ഇല്ലാതിരിക്കലാണ്. അതിൻ്റെ മുന്നേ നല്ലോണം പൂവുണ്ടാവും, പിന്നെ ഓണമാകുമ്പോഴേക്കും പൂവുണ്ടാവില്ല. അപ്പോൾ നമ്മളെ മല്ലികയൊക്കെ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അതിനൊരിക്കലും പറിക്കാൻ തോന്നൂല. അപ്പോൾ ഞാൻ വീണ്ടും അകത്തേക്ക് വന്നിട്ട് ഇതാ ഒരു അരപ്പുണ്ടാക്കുകയാണ്. അപ്പോൾ പട്ട, ഏലക്കായ, ഗ്രാമ്പു, വലിയ ജീരകം, നാളികേരമാണ് അരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. നമ്മളെ കുറുമക്കറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് 4 അണ്ടിപ്പരിപ്പും കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറേ മുന്നത്തെ ഒരു വീഡിയോയിലും ഞാൻ അങ്ങനെ കാണിച്ചിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ തേങ്ങാപ്പാലാണ് ഒഴിക്കണേ വെച്ചാൽ കൂടുതലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെയൊന്നല്ല ചെയ്യണേ. ഞാനും ചെയ്യണ ഈ ഒരു രീതി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറുമക്കറിക്ക്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോഴേക്കും ഇതാക്കണേ മീൻകറി ഒന്ന് അടുപ്പത്ത് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അരച്ചവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തട്ടിക്കൂട്ട് മീൻകറിയാണ് കേട്ടോ. വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒന്ന് ചതച്ചെടുത്തു ആ കല്ലിൽ വെച്ചിട്ട്. പിന്നെ തക്കാളി, മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു കേട്ടോ. നമ്മളെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കുക. അതിന് ശേഷം പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വാളംപുളിയാണ് കേട്ടോ ഇവിടെ കൂടുതലായിട്ടും മീനൊക്കെ വെക്കാൻ ഉപയോഗിക്കൽ. കുടംപുളി ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരാൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് വാളംപുളി ആകുമ്പോൾ ആർക്കും പരാതിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ചിലർ പറയും കേട്ടോ വയറിന് അത്ര നല്ലതൊന്നല്ല വാളംപുളിന്ന്. പക്ഷെ ഇവിടെ നമ്മൾ ഇതാണ് ശീലമായത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ തലേ ദിവസം മീൻ കൊണ്ടുവന്നതായിരുന്നു. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അതിലെ കുട്ടികളായിരുന്നു. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു മീൻ കറിയാണ്. അപ്പോൾ ഏട്ടനെ പറഞ്ഞയക്കാനുള്ള തട്ടിക്കൂട്ടാണ് കേട്ടോ അതൊക്കെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണേ ചോറൊക്കെ ആയിട്ടോ. റേഷൻ അരിൻ്റെ ചോറാണ്, പെട്ടെന്ന് ആയി കിട്ടും. ഇപ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഒരു അരി എന്ന് പറഞ്ഞാൽ നമ്മളെ ബസുമതി അരി ഇല്ലേ, അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കോലുകോലായിട്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാത്തൊരു ചോറാണ്. നല്ല അരിയായിരുന്നു കേട്ടോ. ശരിക്കും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കപ്സയോ അല്ലെങ്കിൽ മന്തിയൊക്കെ ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ പറയുമായിരുന്നു ഇത് കഴിയുന്നതിന് മുന്നേ മന്തിയോ കപ്സയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണതുകൊണ്ട് എന്ന്. അത്ര നല്ല അരിയാണ് ഇപ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മളെ കുറുമക്കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കിഴങ്ങ് ചിലത് ഉടയാതെ കിടക്കുന്നുണ്ട്. എത്ര വെന്താലും ചിലപ്പോൾ ഉണ്ടല്ലോ ഉടയാത്തൊരു കിഴങ്ങ്. അത് പൊടി കുറവായിട്ടാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഉടച്ചു കൊടുത്തു. ഇല്ലെങ്കിൽ മക്കൾ കഷ്ണമൊക്കെ പെറുക്കി വെക്കും കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തു. പിന്നെ അച്ഛനൊക്കെ കഷ്ണത്തോട് കൂടിയാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ അതിലേക്ക് അരപ്പും കൂടി ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം ഒരു ഇത്തിരി മല്ലിയില ഉണ്ടായിരുന്നു, അത് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നതാണ്. മല്ലിയില ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ലാസ്റ്റായിട്ടേക്ക് ഇതാക്കണ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തിള വരുമ്പോൾ മാറ്റി വെക്കട്ടോ. അങ്ങനെ ഈ ഒരു കുറുമക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ള പച്ചക്കറി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമക്കറിയാണ് കേട്ടോ.
അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ എന്തുണ്ടാക്കിയാലും വേഗം അങ്ങോട്ട് ഒഴിച്ച് വെക്കുക എന്നുള്ളതിൻ്റെ ഒരു പരിപാടിയാണ് കേട്ടോ. എന്നാലുള്ളൂ എനിക്കൊരു സമാധാനം കിട്ടുക. ആ ഒരു പാത്രം എടുത്ത സ്ഥലത്തേക്ക് തന്നെ കഴുകി വെച്ചാലാണ് എനിക്ക് സന്തോഷം. അപ്പോൾ ഇങ്ങനെ സ്റ്റീൽ പാത്രത്തിലൊക്കെ ആക്കി വെക്കുന്നതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം കേട്ടോ. അപ്പോഴേക്കും ഇതാക്കണേ മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻ കറിക്ക് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മീൻ കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇവിടെ ഞാൻ അല്ലാത്തപ്പോൾ വെക്കണേക്കാളും ഇഷ്ടം ഇങ്ങനെയാണ് ഇവിടെ എല്ലാവർക്കും. മറ്റേ നമ്മൾ വാട്ടിയൊക്കെ വെക്കുമ്പോൾ എന്നോട് പറയും എന്തിനാണ് അങ്ങനെ വെക്കുന്നത്, ഇങ്ങനെ വെച്ചാൽ മതി, ചിലവും കുറവാണ്, സമയവും ലാഭമാണ്, പിന്നെ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഏട്ടനൊക്കെ പറയട്ടോ ഇങ്ങനെ വെച്ചാൽ മതി എന്ന്. പക്ഷെ എപ്പോഴും ഇങ്ങനെ ആകുമ്പോൾ എനിക്കൊരു മാതിരിയാണ്. അപ്പോൾ പിന്നെ വേറെ വേറെയൊക്കെ ആയിട്ട് അങ്ങനെ വെക്കും. അപ്പോൾ നമുക്ക് സമയമില്ലാത്തപ്പോഴൊക്കെ ഏറ്റവും നല്ലത് ഇങ്ങനെയാണ്. പണ്ടൊക്കെ അധികം അമ്മാറ ഇങ്ങനെയാണ് മീൻകറിയൊക്കെ വെച്ചിരുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർക്കൂല കേട്ടോ. മുളകും മഞ്ഞളും പിന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക് അതൊക്കെ തന്നെ ചേർക്കുള്ളൂ. പിന്നെ ആ മീൻകറിയും വേഗം ഒഴിച്ച് വെച്ചു. ഇനിയിപ്പോൾ പാത്രങ്ങൾ കുറച്ചായിട്ടുണ്ട്, അതൊന്ന് കഴുകി വയ്ക്കണം. അതിൻ്റെ ഇടയ്ക്ക് 2 വഴുതനങ്ങ ഉണ്ടായിരുന്നേ. അമ്മ രാവിലെ പറിച്ചു കൊണ്ടുവന്നത് കേട്ടോ. അപ്പം എനിക്ക് തോന്നി അതുകൊണ്ടൊരു കുഞ്ഞു ഉപ്പേരിയും വെക്കട്ടെ. അപ്പം എന്നാൽ ഏട്ടന് കറിയായി ഉപ്പേരി ആയല്ലോ. അപ്പോൾ പയറുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ പയറുപ്പേരി കഴിച്ച എല്ലാവർക്കും മടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും വഴുതനങ്ങയും കൂടി ഉപ്പേരി ഞാൻ അടുപ്പത്ത് വെച്ചപ്പോൾ എല്ലാവർക്കും കൂടി ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഏട്ടന് കൊടുത്തേക്കുള്ളത് ഉണ്ടാവുമല്ലോ. അപ്പോൾ മീനുണ്ടെങ്കിൽ അങ്ങനെ ഉപ്പേരി വേണമെന്ന് ആർക്കും അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അത് അനുമോൾ അവിടെ ഇളക്കണുണ്ട്. പിന്നെ എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഇതാക്കണ വെള്ളയപ്പം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കുക എന്നുള്ളത് ഞാനും കുറേ അതിൽ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ എനിക്കിത് കഴിക്കണേക്കാളും ഇഷ്ടം അത് ഉണ്ടാക്കി കാണാനാണ് കേട്ടോ. അതെങ്ങനെയാവും, നന്നാവില്ലേ എന്നുള്ളതൊക്കെ ഇങ്ങനെ ഒരു ആകാംക്ഷയാണല്ലോ നമുക്ക്. എത്ര നന്നായാലും വീണ്ടും വീണ്ടും നന്നാവണം എന്നുള്ളൊരു ചിന്തയല്ലേ. അപ്പോൾ ഏട്ടനും അനിയനും ഇവിടെ പൂവിട്ട് അവിടുത്തെ കച്ചറയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂവിടുമ്പോൾ ഒരാൾക്ക് പറ്റുന്ന ഡിസൈന് ഒരാൾക്ക് പറ്റൂല, പിന്നെ ഒരാളിടുന്ന രീതി ഒരാൾക്ക് പറ്റൂല, അങ്ങനെയൊക്കെയാണ്. അത് പിന്നെ എല്ലായിടത്തും ഉള്ളതല്ലേ. പിന്നെ 2-3 മക്കളാകുമ്പോൾ പറയും വേണ്ട. ഒരാൾ ഒറ്റയ്ക്കാകുമ്പോൾ മിണ്ടാതിരുന്നിടും. പക്ഷെ 2 കൂടിയാൽ പിന്നെ അവിടെ കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വിചാരിച്ചിട്ട് അങ്ങനത്തെ തല്ലും പിടിയും അങ്ങനെയൊന്നുമില്ല കേട്ടോ. വായം കൊണ്ട് അങ്ങനെ പറയൂര്. അപ്പം ഞാൻ അതിലൊന്ന് ഇടപെട്ടാൽ ശരിയാവും കേട്ടോ. അപ്പം ഞാനിത് അവിടെ വെള്ളയപ്പം ഉണ്ടാക്കണം കണ്ടപ്പോൾ നന്ദുവിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. വേഗം പോയി പല്ലൊക്കെ തേക്കുന്നുണ്ട്. അപ്പം നമ്മളെ നന്ദുപ്പന്നെ മിക്കവാറും ദിവ്യ കിച്ചണേന്നാണ് വിളിക്കലുള്ളത് കേട്ടോ. കേൾക്കാൻ ഭയങ്കര രസമാണ്. അപ്പം എന്നോട് പറയായിരുന്നു വേഗം കൊണ്ട ദിവ്യ കിച്ചണേക്ക് നല്ല വിശപ്പുണ്ട് എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം കൊടുത്തു. അപ്പം അടുക്കളയിൽ തന്നെ ഇരുന്നിട്ട് ഇതാക്കണ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അച്ഛനെ ഏട്ടനെയൊന്നും കാത്തു നിൽക്കണില്ല ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏട്ടനുള്ളതും ഞാൻ അവിടെ ആക്കി വെച്ചു. അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ ചൂടോട് കൂടി തന്നെ ചുട്ടിട്ട് ഇങ്ങനെ ഓരോ പാത്രത്തേക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെടുത്ത് വെക്കാനൊന്നും ഇല്ല തോന്നുന്നു. ഒക്കെ ഓരോരുത്തരും പാത്രം കാട്ടി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേക്കും അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഓരത് ഇഷ്ടത്തോടു കൂടി അത് തിന്നണ കാണുമ്പോൾ വീണ്ടും വീണ്ടും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനേ തോന്നുള്ളൂ. അപ്പോൾ നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുന്നവർക്ക് അങ്ങനെയാണല്ലോ. എന്തുണ്ടാക്കിയാലും അത് ടേസ്റ്റോട് കൂടി കഴിക്കണ കാണുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ നമ്മളോട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇരട്ടി സന്തോഷമായി എന്ന് പറഞ്ഞല്ലേ, അങ്ങനെ പറയണം കേട്ടോ. നമുക്ക് ആരെന്തുണ്ടാക്കി തന്നാലും ഒരാണ്ടാക്കി തന്നതിന് എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ പിന്നെ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. ഇത് കൂടി അല്ലെങ്കിൽ ഇത് കുറവായിരുന്നു, അതിങ്ങനെ അടുത്ത പ്രാവശ്യം നന്നാക്കാൻ വേണ്ടിയിട്ട് അതും പറയണത് നല്ലതാണ്. എപ്പോഴും നല്ലത് പറയണം എന്നല്ല പറയണത്. അപ്പോൾ ഇവിടെ രണ്ടും പറയലുണ്ട്. നല്ലതാണെങ്കിൽ നല്ലതാണെന്നും പറയും. അതിലെന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് കുറച്ചുകൊണ്ട് കിട്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് കിട്ടോ അങ്ങനെയൊക്കെ പറയലുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് എന്തുണ്ടാക്കി കൊടുക്കാനും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഏട്ടനും മക്കളും എല്ലാവരും കൂടിയിട്ട് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ടോ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ എത്ര വെള്ളയപ്പാണ് ഓരോരുത്തർ കഴിച്ചതിനെ നിച്ചല്ലായിരുന്നില്ലേ. അങ്ങനെ ഏട്ടൻ പണിക്കൊക്കെ പോയി. പിന്നെ അനുമോൾ ഇതാക്കണ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് അകടിച്ചു വാരാണ് കേട്ടോ. അപ്പം ഞങ്ങളിന്ന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പം ഇന്ന് കുട്ടികൾക്ക് ഓണക്കോടി എടുക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പം കണ്ണന് ഇന്നലെ എടുത്തു കേട്ടോ. കണ്ണന് ഒരു ഷർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫാൻറ്റും അങ്ങനത്തെ സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല. എന്താ പറയുക, ഒരു തട്ടിക്കൂട്ട് ഓണക്കോടി എടുക്കലാണ് കേട്ടോ. നമുക്ക് വൈകാതെ കല്യാണമായി തുടങ്ങിയില്ലേ, ഒക്ടോബറിൽ കല്യാണമാണ്. അന്ന് ഇപ്പം എന്തായാലും നല്ല ഡ്രസ്സുകൾ എടുക്കണം. അപ്പം ഇപ്പം തന്നെ ഇപ്പോൾ ഒരു കൂട്ടം അപ്പം വീണ്ടും അങ്ങനെയൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല കേട്ടോ. നമ്മൾ സാധാരണക്കാരല്ലേ. അപ്പം ഉള്ളത് പറയാലോ. അപ്പം ഞങ്ങൾക്ക് ആരും കൊടുക്കണില്ല, മക്കൾക്ക് 3 മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. അപ്പം ഞാനും അനുമോളുമാണ് പോണത്. ഞങ്ങൾ ചന്തക്കുന്ന് ശോഭിക ടെക്സ്റ്റൈൽസ് ഉണ്ട് കേട്ടോ, അവിടെ നിലമ്പൂർ. അപ്പോൾ അവിടേക്കാണ് പോണത്. അവിടെയാണ് ചേച്ചി നിൽക്കണതെന്ന് ഒരുപാട് കൂട്ടുകാർക്ക് അറിയാലോ. അവിടേക്കാണ് പോണത്. പിന്നെ കണ്ണെന്നല്ലേ ഓൻ്റെ കൂട്ടുകാരൊക്കെ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട് പറഞ്ഞപ്പോൾ ഓനൊപ്പം പറഞ്ഞയച്ചാൽ അങ്ങനെ ഓടുത്തു കേട്ടോ. പിന്നെ നന്ദു കണ്ണന് ഷർട്ട് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ, പാൻറ്റൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് ഇപ്രാവശ്യം ഓണത്തിന് ചുരുക്കിയാണ്ടാണ് ഡ്രസ്സ് എടുക്കുന്നത്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയില്ലേ, അതാണ് ഇപ്രാവശ്യം നടക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ കല്യാണത്തിന് എന്തായാലും എടുക്കണ്ടേ. അപ്പോൾ ഇതാക്കണേ ഞങ്ങളങ്ങനെ ശോഭികയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ
വീടിൻ്റെ അവിടെ നിന്ന് ബസ് കയറിയാൽ ഇവിടെ വന്നിറങ്ങാം കേട്ടോ. അപ്പോൾ നേരിട്ട് തന്നെ ബസ് കിട്ടുകൊണ്ട് നല്ല സുഖമാണ്. പ്രത്യേകിച്ച് നമ്മൾ അനുമോളൊക്കെ ഛർദ്ദിക്കൊണ്ട് ബസ് മാറി മാറി കയറേണ്ടിയൊക്കെ വന്നാൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ശോഭികയിൽ വന്നാൽ ഇതൊരു ലോകമാണ് കേട്ടോ. അപ്പോൾ ചേച്ചി എത്തിയിട്ടില്ല. ചേച്ചീൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 11:30 തൊട്ട് പിന്നെ രാത്രി 8:30 വരെയാണ്. അപ്പോൾ ചേച്ചിനോട് പറഞ്ഞിരുന്നു നേരത്തെ വന്നിട്ട് ഡ്രസ്സ് എടുത്തോളുണ്ട്, ഭയങ്കര തിരക്കാവും എന്നുള്ളത്. ഇവിടെ രാത്രി 12 മണി വരെയൊക്കെ കച്ചവടം ഉണ്ടാവലുണ്ട് എന്ന് ഒരു പറയലുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ ഈ താഴത്തെ ഫ്ലോറിൽ മാത്രമാണ് നിന്നിട്ടുള്ളത്, മേലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ അനുമോക്ക് വേണ്ടതൊക്കെ ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കാണ് എടുത്തത്. നന്ദുവിന് ഇനിയിപ്പോൾ പൂക്കോട്ടുംപാടത്തു നിന്നാണ് എടുക്കുന്നത്. നന്ദുവിന് ഇവിടേക്ക് വരാൻ ബസ് കയറണ്ടേ, അവന് അതിന് ഭയങ്കര മടിയും പേടിയൊക്കെ ഉള്ള ആളാണ് കേട്ടോ ബസ്സിന് പോരാൻ. അപ്പോൾ ഏട്ടൻ വന്നിട്ട് ഏട്ടൻ്റെ ഒപ്പം പോയിട്ട് ഓനും എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ 3 ആക്കും ആവുമല്ലോ. അപ്പോൾ ഇതാക്കണേ ഇപ്രാവശ്യം കൂടുതലായിട്ടും സെറ്റിലാണ് കേട്ടോ കളക്ഷൻ കൂടുതലായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത്. സെറ്റ് സാരി, സെറ്റ് മുണ്ട്, ധാവണി പല തരത്തിലായിരുന്നു. എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഇതാക്കണേ 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ഏട്ടൻ വിളിച്ചിരുന്നു കേട്ടോ. ഏട്ടൻ അവിടെ പണി എടുക്കണോടത്ത് കറണ്ട് ഇല്ലായിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നന്ദൂനെയും കൊണ്ട് ഏട്ടൻ പൂക്കൂട്ടുംപാടത്തേക്ക് വന്നു. അപ്പോഴേക്കും ഞങ്ങളും അവിടെ എത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ചന്തക്കുന്ന് നേരിട്ട് പൂക്കൂട്ടുംപാടത്തേക്ക് ഒരു ഓട്ടോറിക്ഷ കിട്ടിയൊരു മടക്ക ഓട്ടോറിക്ഷ, അതുകൊണ്ട് സുഖമായി പോകുന്നു. പിന്നെ പൂക്കൂട്ടുംപാടത്ത് വന്ന നന്ദുവിന് ഫാൻറ്റും ടീഷർട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങി ഒരു മുന്നിൽ പോന്നു. പിന്നെ ഞാനും അനുമോളും ചന്തയിൽ കൂടെയൊക്കെ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി ഓണത്തിൻ്റെ ആ സമയമായിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിലയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ തന്നെ ഓണത്തിനും കൂടിയും കണ്ടുള്ള പച്ചക്കറി വാങ്ങി പോന്നു കേട്ടോ. ആദ്യം തന്നെ വാങ്ങി. അപ്പോൾ ഇപ്പം മുരിങ്ങാക്കായ്ക്കൊക്കെ കിലോന് 60 ഉള്ളൂ. ഇനിയിപ്പോൾ ഓണത്തിൻ്റെ തലേ ദിവസമൊക്കെ 120, 200 ഒക്കെ ആവും കേട്ടോ. നല്ല വിലയാവും. അപ്പോൾ വന്നപ്പോൾ മക്കൾക്ക് ഐസ്ക്രീമും ലേസും അതേപോലെ കുറച്ച് കടലയൊക്കെ വാങ്ങി വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കടല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയ വലിയ കടലയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി അറിഞ്ഞില്ലേ. അപ്പോൾ എല്ലാവരും അങ്ങനെ അടുക്കളയിൽ തന്നെ കുത്തിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് തിന്നണം കുടിക്കണം ഒക്കെ ഉണ്ട്, അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ സമയം 2 മണിയൊക്കെ ആകാനായിട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഇതാ ഇത് ചൗ പറഞ്ഞിട്ടൊരു സംഭവമാണ്. ഇതിന് വേറെ എന്തെങ്കിലും ഒരു പേരുണ്ടെങ്കിൽ കൂട്ടുകാർ പറയുള്ളൂ. ഇത് ഉപ്പിലിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. അപ്പോൾ 1 കിലോന് 40 രൂപയാണ്. അപ്പോൾ ഞാൻ 1/2 കിലോനാണ് വാങ്ങിയത്. അപ്പോൾ നമ്മളെ നന്ദുത പച്ചക്കറിയൊക്കെ എടുത്ത് വെക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണ്ടെന്ന് പറയലില്ല, കഴിയുന്നതൊക്കെ ഓല് എടുത്ത് സഹായിക്കട്ടെ, ഓല് പഠിക്കുന്നത് നല്ലതല്ലേ. അപ്പം നമ്മളെ വെള്ളയപ്പം ഒന്ന് ഡീറ്റെയിൽ ആയി കാണിക്കാൻ കാരണം നമ്മളൊരു സബ്സ്ക്രൈബർ കുറേ ആയി ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉണ്ടാക്കുമ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇങ്ങനെ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം അരച്ചെടുക്കുമ്പോൾ പുളിപ്പ് ഉണ്ടാവുമോ എന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. ഒരിക്കലും ഇല്ല കേട്ടോ. ഇന്നത്തെ വെള്ളയപ്പം അത്രയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം അച്ഛനൊക്കെ എടുത്ത് പറഞ്ഞു കേട്ടോ അടിപൊളിയായിരുന്നു എന്നുള്ളത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടും കുറേ ആയില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്